ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിജയുടെ വീടാണ്. അങ്ങനെ അവന്തികയുടെ ആളുകൾ അവന്തികയ്ക്കെതിരെ വിജയ് കൂട്ടിവെച്ച ആ തെളിവ് കണ്ടെത്തുകയാണ്. അത് നോക്കിയതിനു ശേഷം അവന്തിക പറയുകയാണ്, എന്നെ ജയിലിലാക്കാനും മാത്രം പവറുള്ള ഡോക്യുമെന്റ്സ് ആയിരുന്നല്ലോ നിന്റെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ അന്നിവിടെ അവസാനമായി വന്നപ്പോൾ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിന്റെ ഭാര്യയുണ്ടല്ലോ, അവളെ ഞാൻ തന്നെയാ വണ്ടി ഇടിപ്പിച്ച് കൊന്നത്. ഇത് കേൾക്കുന്ന വിജയ് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. തന്നെ കൊല്ലരുതെന്ന് വിജയ് അവന്തികയോട് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അവന്തിക വിജയെ കത്തിവെച്ച് കുത്തുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവന്തിക അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അവന്തികയുടെ കാറ് പോകുന്നത് കണ്ട് സംശയത്തോടെ അകത്തേക്ക് ഓടിക്കയറുന്ന അർച്ചന കാണുന്നത് നിലത്ത് പടർന്നു കിടക്കുന്ന രക്തമാണ്. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് വരുന്നതാണ്. അതേസമയം തൻ്റെ ഗുണ്ടകളെ വിളിച്ച് വിജയുടെ ശരീരം മറവ് ചെയ്യാനും അവന്തിക പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക സംസാരിച്ചിട്ട് തിരിയുമ്പോൾ കാണുന്നത് അർച്ചനയാണ്. അർച്ചനയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. വിജയെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക ചോദിക്കുകയാണ്, ഏത് വിജയ്? നമ്മുടെ പഴയ മാനേജർ വിജയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അന്നത്തെ ആ പ്രശ്നം കഴിഞ്ഞ പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ലെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നിങ്ങൾ കൂടുതൽ കള്ളമൊന്നും പറയാൻ ശ്രമിക്കണ്ട. അയാള് വീൽ ചെയറിലാകാൻ ആരാ കാരണം? ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ്, അത് പിന്നെ എൻ്റെ ഭൂതകാലത്ത് എനിക്കറിയാതെ പറ്റിയ തെറ്റുകളിൽ ഒന്നാണത്. അതിനുശേഷം ഞാൻ അയാളെ കാണാനേ പോയിട്ടില്ല. പിന്നെ നിങ്ങൾ ഇന്നെന്തിനാ വിജയുടെ വീട്ടിൽ പോയത്? ആര്? ഞാനോ? ഞാനെങ്ങും പോയിട്ടില്ലെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഞാനേ ഇന്ന് നിങ്ങളെ അവിടെ വെച്ച് കണ്ടിരുന്നു. എന്താണെങ്കിലും മാനേജർ വിജയുടെ മിസ്സിങ്ങിന് പിന്നിൽ നിങ്ങളാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഈ വേഷമുണ്ടല്ലോ, ആട്ടിൻ തോലിട്ട ചെന്നായുടെ വേഷം, അതെ ഞാൻ അഴിച്ചു വെപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം തകരാൻ പാടില്ല. അങ്ങനെ തകർക്കാൻ ഇറങ്ങിയാലേ പിന്നെ നമുക്ക് ജീവിക്കാനുള്ള അർഹതയുമില്ല. എന്താ അങ്ങനെയല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. ഡോക്ടർ സന്ധ്യയെ കൊല്ലാൻ നോക്കിയപ്പോഴും വിജയെ കൊല്ലാൻ നോക്കിയപ്പോഴും ഉള്ള കാര്യങ്ങളെല്ലാം അവന്തിക ഓർക്കുന്നു. മാനേജർ വിജയ് എവിടെയെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോഴേ നിങ്ങളുടെ മുഖത്തുണ്ടായ ഭയം ഞാൻ ശ്രദ്ധിച്ചതാണ്. ഞാൻ കരുതുന്നത് പോലെ വിജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ അഴിയണാനായി നിങ്ങൾ കാത്തിരുന്നു. അഥവാ ഇനി നിങ്ങൾക്ക് ജയിൽ ജീവിതം കിട്ടില്ലെന്നാണെങ്കിലേ ഞാനത് ചോദിച്ചു വാങ്ങിക്കും. എൻ്റെ വീട്ടുകാർക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണെങ്കിലേ ഞാൻ അതും ചെയ്യും. ഞാൻ നിങ്ങളെ കൊന്നിരിക്കും. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെയും ഭയത്തോടെയും അർച്ചനയെ നോക്കുകയാണ്. മാനേജർ വിജയുടെ കാര്യത്തിലെ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചന അകത്തേക്ക് പോവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന ഡോക്ടർ സന്ധ്യയെ കാണാൻ ചെന്നിരിക്കുന്നതാണ്. വിജയുടെ കാര്യവും അവന്തിക വിജയ് എന്തെങ്കിലും ചെയ്തോ എന്ന് തനിക്ക് ഭയമുണ്ടെന്നും ഒക്കെ തന്നെ അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുകയാണ്, അവന്തികയുടെ കാര്യമല്ലേ, ഒന്നും പറയാനേ സാധിക്കില്ല. ചിലപ്പോൾ കൊന്നു കളഞ്ഞിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിച്ച് താമസിപ്പിച്ചിട്ടുണ്ടാകും. നമ്മൾ എന്തെങ്കിലും മുൻകൈ എടുത്തിറങ്ങിയാലേ ചിലപ്പോൾ വിജയുടെ ജീവിതത്തിന് അത് ആപത്തുണ്ടാക്കുകയുള്ളൂ. അവന്തികയ്ക്കെതിരെ നമുക്ക് തെളിവൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഒന്നും ചെയ്യാനാകില്ലെന്ന് സന്ധ്യ പറയുമ്പോൾ തൻ്റെ കയ്യിലുള്ള ഡയറി എടുത്ത് സന്ധ്യയ്ക്ക് നേരെ നീട്ടുകയാണ് അർച്ചന. അങ്ങനെ അത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വിജയുടെ മരണമൊഴിയാണ് ഉണ്ടായിരുന്നത്. തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നെല്ലിശ്ശേരിയിലുള്ള ആരെയെങ്കിലും ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് വിജയ് തൻ്റെ മക്കളെ ഏൽപ്പിച്ച ഡയറി ആയിരുന്നു അത്. തനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ നെല്ലിശ്ശേരിയിലെ അവന്തികയായിരിക്കും എന്നതായിരുന്നു ആ മരണമൊഴിയിൽ ഉണ്ടായിരുന്നത്. ഇത് വായിക്കുന്ന സന്ധ്യ പറയുകയാണ്, അർച്ചനെ ഇത് മാത്രം മതി, നമുക്ക് ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. സ്റ്റേഷനിലൊന്നും പോയിട്ട് ഒരു കാര്യവുമില്ല ഡോക്ടർ, ആ CI ഒക്കെ അവന്തികയുടെ ആൾക്കാരാണ്, അതിൻ്റെ മുകളിലും പോലീസുകാരുണ്ടല്ലോ എന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഇതൊരു മിസ്സിംഗ് കേസ് മാത്രമാണ്, അല്ലാതെ വിജയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയുക പോലുമില്ല. അവന്തികയ്ക്കെതിരെ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തണമെങ്കിൽ അവന്തിക ഇനി നെല്ലിശ്ശേരിയിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു പ്രാവശ്യം അച്ഛനോട് പറയാനായി ഞാൻ തയ്യാറെടുത്തതാ, പക്ഷെ അന്ന് അവരിടയ്ക്ക് കയറി കാര്യങ്ങളെല്ലാം അട്ടിമറിച്ചു. ഇനി അങ്ങനെ എന്താണെങ്കിലും ഉണ്ടാകില്ല. ഇത് കേൾക്കുന്ന സന്ധ്യയും പറയുകയാണ്, അതെ അർച്ചനെ, ഇനി അതൊന്നും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ നേരെ പോകുന്നത് അച്ഛൻ്റെ അടുത്തേക്കാ. ഞാൻ ചെന്ന് അച്ഛനോട് സത്യങ്ങളെല്ലാം പറയും. ആദ്യം അവന്തികയ്ക്ക് നെല്ലിശ്ശേരിയിൽ നിന്നും ശിക്ഷ കിട്ടട്ടെ, അതിനുശേഷം മതി അവർക്ക് നിയമത്തിന്റെ മുന്നിലെ ശിക്ഷയെന്നും അർച്ചന പറയുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ നിന്ന് പോവുകയാണ്. അർച്ചന പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ അർച്ചന ചോദിക്കുകയാണ്, എന്താ ചേട്ടാ, എന്ത് പറ്റി? അങ്ങനെ അർച്ചന പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കാർ തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവന്തികയാണ്. അവന്തിക ചിരിച്ചുകൊണ്ട് അർച്ചനയെ നോക്കുന്നു. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.